ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് പുരുഷൻ കേൾക്കാൻ ആഗ്രഹിക്കുന്ന 8 വേർഡ്സുകളാണ്. ഈ 8 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡ്സ് ഒരു സ്ത്രീയിൽ നിന്ന്, അത് ആരോ ആയിക്കോട്ടെ, കേൾക്കുകയാണെങ്കിൽ അവർക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യവും ആരെയാണോ ഇത് പറയുന്നത് അവരോട് വളരെ നല്ല അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവുകയും ചെയ്യുമെന്നുള്ളതാണ്. എസ്പെഷ്യലി കാമുകന്മാർ, അതല്ലെങ്കിൽ പാർട്ട്നേഴ്സൊക്കെ ഈ വീഡിയോ കണ്ടിട്ട് ഇതൊന്ന് കോൺഷ്യസ് ആയിട്ട് മനസ്സിൽ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ പാർട്ട്ണറെ നിങ്ങൾക്ക് സ്വന്തമായിട്ട് എന്നും അടുത്ത് കിട്ടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ ഏതൊക്കെയാണ് ആ 8 വേർഡ്സ് എന്നുള്ളത് നമുക്ക് ചർച്ച ചെയ്യാം. അതിന് തൊട്ട് മുമ്പ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസ് നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ സപ്പോർട്ട് വേണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് നിങ്ങൾക്ക് വിളിക്കാവുന്നതാണ്. നമുക്ക് ടോപ്പിക്കിലോട്ട് തിരിച്ചു വരാം. ഒന്നാമത്തത് ഐ അപ്രീഷിയേറ്റ് യു എന്നുള്ളതാണ്. ഇപ്പോൾ ഇംഗ്ലീഷ് പറയുമ്പോൾ ചില ആളുകൾക്ക് ഇതിപ്പോൾ എങ്ങനെ പറയുക എന്ന് സാധാരണക്കാർക്ക് ചിലപ്പോൾ ഒരു ബുദ്ധിമുട്ട് അനുഭവപ്പെട്ടു എന്ന് വരാം. അപ്പോൾ ഞാനത് എന്താണ് ഉദ്ദേശിച്ചത് എന്നുള്ളതൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. അപ്രീഷിയേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അഭിനന്ദിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ നമ്മുടെ പാർട്ട്നേഴ്സ് ആയിക്കോട്ടെ, കാമുകന്മാരായിക്കോട്ടെ, പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും എന്തെങ്കിലുമൊക്കെ സപ്പോർട്ടോ ഹെൽപ്പോ ചെയ്ത് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ചിലർക്ക് താങ്ക്സ് പറയാൻ മടിയുണ്ടാവും. താങ്ക്സ് പറയാൻ മടിയില്ലാത്ത ആളുകൾക്ക് താങ്ക് യു എന്ന് തന്നെ പറയാം. ഇനി അതല്ല, ഒരു സിമ്പിൾ വേ ഓഫ് ഷോയിങ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നതാണ് ഈ ഐ അപ്രീഷിയേറ്റ് യു എന്ന് പറയുന്ന സംഭവം. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഐ അപ്രീഷിയേറ്റ് യു. നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്തു തരുമ്പോൾ ഐ അപ്രീഷിയേറ്റ് യു ഫോർ സംതിങ് അവിടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം എന്താണെന്നുള്ളത്. മലയാളത്തിലാണെങ്കിൽ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിട്ട് എങ്ങനെയാണോ നിങ്ങളുടേതായിട്ടുള്ള ശൈലിയിൽ പറയുന്നതെങ്കിൽ അതുപോലെ പറയുക എന്നുള്ളതാണ്. ഒരു സിമ്പിൾ വേ ഓഫ് ഷോയിങ് ഗ്രാറ്റിറ്റ്യൂഡ് എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇനി രണ്ടാമത്തേത് യു മേക്ക് മീ ഫീൽ സേഫ് എന്നുള്ളതാണ്. ഇത് മലയാളത്തിലാണെങ്കിൽ കുറച്ച് വ്യത്യസ്തമായിട്ട് പറയാം. നിങ്ങളുടെ കൂടെയുള്ള ലൈഫ് എനിക്ക് ഭയങ്കര സേഫായിട്ട് ഫീൽ ചെയ്യുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാവുന്നതാണ്. അപ്പോൾ ഇത് പറയുന്ന സമയത്ത് നല്ല ഒരു ബോണ്ടിങ് അവിടെ ക്രിയേറ്റ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പുരുഷന്മാരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഒരു സ്ത്രീ പറയുന്ന സമയത്ത് അവരുടെ കോൺഫിഡൻസ് ലെവല് വളരെയധികം കൂടുകയും നിങ്ങളെ കൂടുതൽ സംരക്ഷിക്കാനും പ്രൊട്ടക്റ്റ് ചെയ്യാനും അവർ ശ്രദ്ധിക്കും എന്നുള്ളതാണ്. സോ അതൊരു ബോണസ് തന്നെയാണ്. അപ്പോൾ ഇങ്ങനെ പറയേണ്ട ഒരു സാഹചര്യം വരുന്ന സമയത്ത് നിങ്ങളത് പറയാൻ വേണ്ടി കോൺഷ്യസ് ആയിട്ട് ബോധപൂർവം തന്നെ വിചാരിക്കുക, അതിനുവേണ്ടി എഫേർട്ട് എടുക്കുക. അപ്പോൾ ഒന്നാമത് നമ്മൾ പറഞ്ഞത് ഐ അപ്രീഷിയേറ്റ് യു എന്നാണ്. രണ്ടാമത് പറഞ്ഞത് യു മേക്ക് മീ ഫീൽ സേഫ് എന്നുള്ളതാണ്. മൂന്നാമതായിട്ട് പറയുന്നത് യു ഇൻസ്പയർ മീ എന്നുള്ളതാണ്. പലപ്പോഴും നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന കാമുകിയോ കാമുകനോ ആരോ ആയിക്കോട്ടെ, അവരെ നമ്മളെ ബെറ്റർ പേഴ്സൺ ആക്കാൻ വേണ്ടിയിട്ട് പല കാര്യങ്ങളും ചിലപ്പോൾ അഡ്വൈസ് ചെയ്യുന്നുണ്ടാവാം, ചിലപ്പോൾ പറയുന്നുണ്ടാവാം. അത് ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ച് ഉണ്ടാക്കിയിട്ടുണ്ടാവാം. അപ്പം നമ്മളെ ബെറ്റർ പേഴ്സൺ ആക്കാൻ വേണ്ടിയിട്ട് സഹായിച്ചതിന് നമുക്ക് യു ഇൻസ്പയർ മീ എന്നുള്ളത് പറയാം. മോട്ടിവേറ്റ് ചെയ്യുന്നുണ്ട്, പ്രചോദിപ്പിക്കുന്നുണ്ട് എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് സംസാരിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇത് പറയാൻ പറ്റുന്ന മറ്റൊരു സാഹചര്യം എന്ന് പറയുന്നത്, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും പാഷനായിട്ട് വലിയൊരു ലക്ഷ്യമുണ്ടെങ്കിൽ ആ ലക്ഷ്യം നേടുന്നതിന് വേണ്ടിയിട്ടുള്ള വേർഡ്സ് കൊണ്ടുള്ള സപ്പോർട്ടോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ സപ്പോർട്ടോ, നിങ്ങളെ പുറകിൽ നിന്നുകൊണ്ട് മോട്ടിവേറ്റ് ചെയ്യുന്നതോ പ്രോത്സാഹിപ്പിക്കുന്നതോ ഒക്കെ ആവാം. പല രീതിയിലുള്ള സപ്പോർട്ട് നമുക്ക് കാമുകൻ്റെ അടുത്ത് നിന്നാണെങ്കിലും കാമുകിയുടെ അടുത്ത് നിന്നാണെങ്കിലും പാർട്ട്ണർ ആണെങ്കിൽ കൂടി നമുക്ക് കിട്ടാറുണ്ട്. അപ്പോൾ അത്തരം ഗോൾസ് അച്ചീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിയിൽ നിന്നും കിട്ടുന്ന ആ സമയത്ത് എന്തെങ്കിലും ഒക്കെ ബോണസ് ആയിട്ട് ഹെൽപ്പുകൾ കിട്ടുന്ന സമയത്തൊക്കെ നമുക്ക് യു ഇൻസ്പയർ മീ എന്നുള്ള ആ ഒരു വേർഡ് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് ഐ ട്രസ്റ്റ് യു എന്നുള്ളതാണ്. ഞാൻ നിന്നെ വിശ്വസിക്കുന്നു എന്നുള്ള ഒരൊറ്റ അർത്ഥമേ ഉള്ളൂ. അത് ഈ ഒരു വേർഡ് എന്ന് പറയുന്നത്, ട്രസ്റ്റ് നമുക്കറിയാലോ അത്ര ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ഹെൽത്തി റിലേഷൻഷിപ്പിൻ്റെ ഫൗണ്ടേഷനാണ് എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഓപ്പോസിറ്റ് നിൽക്കുന്ന നമ്മുടെ പാർട്ട്ണർ ആയിക്കോട്ടെ, കാമുകനായിക്കോട്ടെ, കാമുകി ആയിക്കോട്ടെ, അവരോട് പറയുകയാണ് ഞാൻ നിന്നെ വിശ്വസിക്കുന്നു, എനിക്ക് നിന്നെ ഭയങ്കര വിശ്വാസമാണ് എന്നൊക്കെ പറയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ആ വിശ്വാസം എന്നും നിലനിർത്താൻ വേണ്ടിയിട്ട് ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ശ്രമിക്കുമെന്നുള്ളതാണ്. ആ വിശ്വാസം തകരരുത്, പോവരുത്. അപ്പോൾ ആ രീതിയിലായിരിക്കും അവരുടെ പ്രവൃത്തിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങളത് പ്രത്യേകം ശ്രദ്ധിക്കുക. പുരുഷന്മാർ ഐ ട്രസ്റ്റ് യു എന്നുള്ള ഒരു വേർഡ് കൂടി കേൾക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് പറയുന്നത് യു ലുക്ക് ഹാൻസം എന്നുള്ളതാണ്. അഥവാ
അപ്രീസിയേഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഇഷ്ടമുള്ള കാര്യമാണ്, പുരുഷന് മാത്രമല്ല സ്ത്രീകൾക്കും. അപ്പോൾ പുരുഷൻ ഇപ്പോൾ ഒരുങ്ങി വരുന്ന സമയത്ത് ഇപ്പോൾ സാധാരണ സ്ത്രീകളൊക്കെ പറയാൻ മടിക്കുന്ന ഒരു കാര്യമാണ്. ചില ആളുകളൊക്കെ പറയാറുണ്ട്, നിങ്ങൾക്ക് അവരെ നോക്കിയിട്ട് നന്നായിട്ട് വെൽ ഡ്രസ്സഡ് ആയിട്ടിരിക്കുന്ന സമയത്ത് ഇന്ന് കാണാൻ അടിപൊളിയായിട്ടുണ്ട്, സൂപ്പറായിട്ടുണ്ട് എന്നൊക്കെ പറയുന്നത് അവർക്ക് ഭയങ്കര സന്തോഷമുള്ള ഒരു കാര്യമാണ്. അത് സ്ത്രീകൾക്ക് മാത്രമല്ല പുരുഷന്മാർക്കും സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ യു ലുക്ക് ഹാൻസം എന്നിടക്കൊക്കെ പറയാൻ വേണ്ടി ശ്രദ്ധിക്കുക. വളരെ ക്ഷീണിച്ച് വേർത്ത് കുളിച്ച് മോശം സിറ്റുവേഷനിൽ ഇരിക്കുന്ന സമയത്ത് പോയിട്ട് യു ലുക്ക് ഹാൻസം എന്ന് പറയരുത്. അതല്ല, അതിന് പറ്റിയ എന്തെങ്കിലും സാഹചര്യങ്ങളുണ്ടാവും. ചിലപ്പോൾ ഓഫീസിൽ പോകാൻ ഒരുങ്ങിയ സമയത്താവാം, അല്ലെങ്കിൽ ഒരു ഫംഗ്ഷന് പോകാൻ വേണ്ടി ഒരുങ്ങിയ സമയത്താവാം, അതല്ലെങ്കിൽ ഹെയർ കട്ട് ചെയ്ത് വരുന്ന സമയത്താവാം, അല്ലെങ്കിൽ ബീഡ് സെറ്റ് ചെയ്ത് വരുന്ന സമയത്താവാം. അങ്ങനെ നല്ലൊരു സാഹചര്യം നോക്കിയിട്ട് അത് കറക്റ്റ് ടൈമിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒരു എഫക്റ്റ് ഭയങ്കരമായിരിക്കും എന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് പറയുന്നത് യു ആർ ആൻ അമേസിങ് പ്രൊവൈഡർ എന്നുള്ളതാണ്. അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കുക. ഒരു 90% ഈ ലോകത്തിലെ പുരുഷന്മാരും പ്രൊവൈഡേഴ്സ് ആയിരിക്കും. അവർ മറ്റുള്ളവർക്ക് സഹായം ചെയ്യാൻ ഇഷ്ടമുള്ള ആളുകളായിരിക്കും. അത് ചിലപ്പോൾ സിസ്റ്റേഴ്സിനാവാം, അതല്ലാന്നുണ്ടെങ്കിൽ ഫാമിലി മെമ്പേഴ്സിനാവാം, അല്ലെങ്കിൽ പാർട്ട്ണർക്കാവാം. അവർക്ക് എപ്പോഴും ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉണ്ടാവും. എസ്പെഷ്യലി മെൻസിന്. സ്ത്രീകൾക്കില്ല എന്നല്ല പറയുന്നത്, ഒരു 90% പുരുഷന്മാർക്കും അതുണ്ട്, നമ്മൾ നാച്ചുറലി ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവർ പലരെയും സഹായിക്കുന്നുണ്ടാവും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ കണ്ണിൽ പെടുന്ന സമയത്ത് ഇനി ആരെയും സഹായിക്കരുത് എന്ന് പറയല്ല വേണ്ടത്. അതിന് പകരം നിങ്ങൾ എന്ത് ചെയ്യുക, അവരുടെ ആ ഒരു മനസ്സിനെ എന്ത് ചെയ്യുക, നല്ല രീതിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ഇടയ്ക്കൊക്കെ യു ആർ ആൻ അമേസിങ് പ്രൊവൈഡർ എന്ന് പറയുന്നതും അവർക്ക് വളരെയധികം കോൺഫിഡൻസും സന്തോഷവും നൽകുന്ന ഒരു കാര്യമാണ്. പിന്നെ അതുപോലെ തന്നെ അടുത്തൊരു വേർഡ് എന്ന് പറയുന്നത് ഐ ബിലീവ് ഇൻ യു എന്നുള്ളതാണ്. ഞാൻ നിങ്ങളിൽ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അർത്ഥം. ഇത് പറയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൈഫിൽ എന്തെങ്കിലുമൊക്കെ കോൺഫ്ലിക്റ്റുകളൊക്കെ വരുന്ന സമയത്ത് അത് റിസോൾവ് ചെയ്യാനുള്ള ഒരു പവർ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തിക്കുണ്ട്. എന്തെന്നെ തടസ്സം വന്നു കഴിഞ്ഞാലും അത് മാനേജ് ചെയ്തോളും, അത് ഓവർകം ചെയ്തോളും എന്നൊക്കെ തോന്നുന്ന ഒരു സാഹചര്യത്തിൽ, അല്ലെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്നേഹത്തോടെ ഇരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് ഐ ബിലീവ് ഇൻ യു എന്നുള്ളത്. പിന്നെ അതുപോലെ തന്നെ അടുത്തതായിട്ട് പറയുന്നത് എല്ലാവർക്കും അറിയുന്ന കാര്യം തന്നെയാണ്, ഐ ലവ് യു എന്നുള്ളതാണ്. നമുക്ക് ഇഷ്ടമായിരിക്കാം, നമ്മളത് പ്രവൃത്തിയിലൂടെ ഷോ ചെയ്യുന്നുണ്ടായിരിക്കാം, ഒക്കെ ശരിയാണ്. പക്ഷേ ഓപ്പോസിറ്റ് നിൽക്കുന്ന വ്യക്തി ഒരു ഓഡിറ്ററിയാണ് എങ്കിൽ അവർക്ക് ഐ ലവ് യു എന്ന് പറഞ്ഞു കേൾക്കാനായിരിക്കും ഇഷ്ടം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ സന്തോഷിപ്പിക്കാൻ അത് പറയുക തന്നെ വേണം. അപ്പോൾ 8ാമത്തെ വേർഡ് എന്ന് പറയുന്നത് ഐ ലവ് യു, എനിക്കിഷ്ടമാണ് എന്നുള്ളത് ഇടയ്ക്കൊക്കെ പറയുന്നത്. എന്നും പറഞ്ഞുകൊണ്ടിരിക്കണം എന്നില്ല, ഇടയ്ക്ക് ആ സ്നേഹം നന്നായിട്ട് ഫീൽ ചെയ്യുന്ന സാഹചര്യങ്ങളിൽ പറയുന്നത് ഭയങ്കര എഫക്റ്റ് ചെയ്യും ആ ഒരു റിലേഷൻഷിപ്പിൽ. അപ്പോൾ നല്ല രീതിയിൽ ഈ 8 വേർഡ്സ് യൂസ് ചെയ്യുക, നിങ്ങളുടെ പുരുഷനെ ഹാപ്പി ആക്കുക, നല്ല രീതിയിൽ ബോണ്ടിങ് സൃഷ്ടിക്കുക, ബിൽഡ് ചെയ്യുക, ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ എല്ലാവർക്കും നല്ല ഹാപ്പി ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. പുതിയ ടോപ്പിക്കുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്തെങ്കിലും ഇഷ്യൂസോ പ്രയാസങ്ങളോ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ മറക്കാതെ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. താങ്ക് യു. നമസ്തേ.